ഹായ് ഹലോ എല്ലാവർക്കും വെൽക്കം ബാക്ക്. നമ്മുടെ ഒത്തിരി പേര് കമൻറ്റ് ബോക്സിൽ ചോദിച്ച കാര്യമാണ് കോളേജ് വിശേഷങ്ങൾ, അല്ലെങ്കിൽ കോളേജിൽ പോയിട്ട് എങ്ങനെയുണ്ട്, ഫ്രണ്ട്സിനെ ഒക്കെ കിട്ടിയോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആ ഡൗട്ടെല്ലാം നമ്മളൊന്ന് തീർക്കാൻ പോകണം. എനിക്ക് ഒത്തിരി ഫ്രണ്ട്സിനെ കിട്ടി. എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടാവാൻ അങ്ങനെ കൂടുതൽ സമയമൊന്നും വേണ്ട. ചെല്ലുമ്പോഴേ എല്ലാവരുമായിട്ട് ഭയങ്കര കൂട്ടാം. പിന്നെ നല്ല പിള്ളേരാണ് എല്ലാവരും, നല്ലോണം മിണ്ടും സംസാരിക്കും. എനിക്ക് അതൊക്കെ തന്നെ മതി, ധാരാളം. അപ്പോൾ പിന്നെ കോളേജ് വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇപ്പം ഓണാഘോഷമൊന്നും അങ്ങനെ ഭയങ്കര കാര്യമായിട്ട് നടത്താനായിട്ട് പറ്റത്തില്ലല്ലോ, നമ്മുടെ വയനാടിൻ്റെ ഇഷ്യൂവും ഒക്കെ നിൽക്കുന്നത് കൊണ്ട്. പക്ഷെ ഓണാഘോഷം ഉണ്ട്. ഈ പറയുന്ന പോലെ ഭയങ്കര സൂപ്പർ ഡൂപ്പർ അങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ, ഞാൻ പോയിട്ടില്ല. ഞങ്ങൾക്ക് ഈ 12th ഓണാഘോഷം. വീഡിയോ എപ്പോഴാണ് വരുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഓണാഘോഷമൊക്കെ എല്ലാവരെയും കാണിച്ചു തരാം. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വാട്ട്സ് ഇൻ മൈ കോളേജ് ബാഗാണ്. ഇതാണ് എൻ്റെ കോളേജ് ബാഗ്. ഈ ബാഗ് ഞാൻ വാങ്ങിയ സമയത്ത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്നോട് കുറേ ആൻറ്റിമാരൊക്കെ വന്നിട്ട് പറഞ്ഞു, മീനൂട്ട ഈ ബാഗ് വാങ്ങണ്ട, ഇത് കൊള്ളത്തില്ല, ഇതിങ്ങനെ തൂക്കി പോകാനായിട്ട് ബുദ്ധിമുട്ടല്ലേ, അപ്പോൾ ഒരു ബാക്ക് പാക്ക് പോലത്തെ ബാഗ് വാങ്ങണം, അതാണ് എല്ലാ കുട്ടികളും വാങ്ങുന്നതെന്ന് പറഞ്ഞു. പക്ഷേ എന്താ സംഭവം എന്നറിയാമോ, നമുക്ക് ഈ കുഞ്ഞായിരിക്കുമ്പോൾ ഓരോ ആഗ്രഹം ഉണ്ടാവില്ലേ, ഈ അമ്മമാരൊക്കെ തൂക്കി പോകുന്നതിൻ്റെ തൊട്ട് ഇങ്ങനത്തെ ബാഗൊക്കെ ഇട്ട് പോകണം, ഓഫീസിലൊക്കെ ആൾക്കാർ പോകുന്ന കാണുമ്പോൾ അപ്പോൾ എനിക്കും അങ്ങനത്തെ ബാഗ് വേണം. അങ്ങനത്തെ ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാൻ ഈ ബാഗ് വാങ്ങിച്ചത്. ഓരോരോ കുഞ്ഞു ആഗ്രഹമല്ലേ, അപ്പോൾ നമുക്ക് തോന്നി അപ്പം തന്നെ ചെയ്തോണം. ഒരു ആഗ്രഹവും നമ്മൾ ബാക്കി വെച്ചുകൊണ്ടിരിക്കരുത്. അങ്ങനെ ഞാൻ വാങ്ങിയ ബാഗാണിത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കിതിനകത്താണെങ്കിൽ നല്ല സ്ഥലമുണ്ട്, നമുക്ക് ഇഷ്ടമുള്ള സാധനം എല്ലാം തിക്കി കയറ്റി വെക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പം ഇത് കാണിച്ച ഇതെൻ്റെ കോളേജ് ബാഗ്. ഞാൻ 2 പോകുന്നത്. ഇതെൻ്റെ കോളേജ് ബാഗ്. ഇത് ഫയല്, അത് പിന്നെ എല്ലാ കോളേജിൽ പോകുന്ന എല്ലാവർക്കും ഉണ്ടാവുമായിരുന്നു. ഇതെൻ്റെ ഫയല്. കാണാൻ നല്ല രസമില്ലേ? ഞാൻ തപ്പിപ്പിടിച്ച് വാങ്ങിയ ഫയലാട്ടോ. കണ്ടോ? ഇതിൻ്റെ അകത്ത് കുറേ സ്പേസ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഇത് തുറക്കുമ്പോൾ ഇത് 2 പാർട്ടായിട്ടാണ് എൻ്റെ ബാഗ് വരുന്നത്. ഞാൻ ബാഗ് എടുക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് 2 പൗച്ചുണ്ട്. ഒന്ന് എൻ്റെ മേക്കപ്പ് പൗച്ച്, ഒന്ന് എൻ്റെ കോളേജിലെ പൗച്ച്. അതൊന്നല്ല കേട്ടോ, എനിക്ക് ഈ തലവേദനയുടെ അസുഖമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ ചുമ്മാ ഒരാവശ്യമില്ല ഇത് വന്നിട്ടോ. അപ്പം എൻ്റെ അതർമാൻസ് നോക്കി ഇടുന്ന പെട്ടിയാണിത്. ഇതിൻ്റെ അകത്ത് അങ്ങനെ കാര്യമായിട്ട് ഇത് കണ്ടോ, ഈ ആക്സ് ഓയിൽ ഇതില്ലായിരുന്നു ഞാൻ എന്ത് ചെയ്തതിന് ഞാൻ എപ്പോഴും ആലോചിക്കും. ഇത് മണത്ത് എപ്പോഴും ഇരിക്കുന്നത്. സോ ആക്സ് ഓയിൽ എപ്പോഴും എൻ്റെ കയ്യിലുണ്ടായിരിക്കും. ഈ സാധനം ഭയങ്കര ഒച്ച. പിന്നെ ഒരു ലിപ് ബാം, അതൊക്കെ എല്ലാവരുടെയും കയ്യിലുണ്ടായിരിക്കും. ലിപ്സ്റ്റിക്, അത് എല്ലാവരുടെയും. ഇത് പക്ഷെ ഞാൻ ഉപയോഗിക്കാറില്ല, പക്ഷെ ഒരെണ്ണം ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ടേക്കും. എന്തെങ്കിലും എനിക്കങ്ങനെ ലിപ്സ്റ്റിക്കിൻ്റെ വലിയ ഫാൻ അല്ല ഞാൻ. അപ്പം ഞാൻ ലിപ് ബാമാണ് എപ്പോഴും ഇടുന്നത്, അതുകൊണ്ട് ലിപ്സ്റ്റിക്ക് വെറുതെ. പിന്നെ ഹെയർ ടൈ, ഒരു ഹെയർ ക്ലിപ്പ്, എൻ്റെ ഒതുങ്ങിയിരിക്കാത്ത മുടിയായതുകൊണ്ട് ആ സാധനമൊക്കെ തിരിച്ച് ഇതിൻ്റെ അകത്ത് തന്നെ വെച്ചേക്കാം. ഓക്കെ, ഇത്രയും സാധനമാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഈ പൗച്ചിൻ്റെ അകത്തുള്ളത് ഇതെന്താ കടയോ? ഓക്കെ, ഇത് പെൻസിൽ ഷാർപ്നറാണ്. ഇങ്ങനത്തെ കുറേ സാധനം നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. ഇത് ഒരു മുട്ട പോലെ തോന്നും നമുക്ക്, പക്ഷേ ഇത് മുട്ടയല്ല. കണ്ടോ, ഇതിൻ്റെ അകത്തൂടെ പെൻസിലിട്ട് നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റും. ആ സാധനമുണ്ട്. പിന്നെ പേന, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമുക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ കുറയുമെന്ന് അവർ പറയുന്നു. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും തോന്നാറില്ല. പക്ഷെ എനിക്ക് കാണുമ്പോൾ നല്ലൊരു സുഖമുണ്ട്, അതുകൊണ്ട് ഈ പേന. പിന്നെ ഇത് എന്നാ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പെൻസിലാണ്. ഇതിൻ്റെ നിബ്ബ് നമുക്ക് മാറ്റാം. ഇത് കണ്ടോ, ഇത് എന്നാ പറയുന്നത്, ഇങ്ങനെ പെൻസിൽ നമ്മൾ വെട്ടി യൂസ് ചെയ്യുന്ന പെൻസിലല്ല, എന്തോ ഒരു ഇങ്ക് പോലത്തെ സാധനം, പക്ഷെ പെൻസിലാണ്. നമുക്ക് ഇത് ഇറേസർ വെച്ച് മായ്ച്ചെടുക്കാൻ പറ്റും. ഇതിൻ്റെ അകത്തൊരു ഇറേസറും ഉണ്ട്, കണ്ടോ, അത്രേ ഉള്ളൂ. ഇത് പെൻസിൽ. ഈ നിബ്ബ് നമുക്ക് തീർന്നു പോയാൽ വേറെ മാറ്റിയിടാനായിട്ടുള്ള സാധനമൊക്കെ നമ്മുടെ അടുത്തുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്. പിന്നെ ഹൈലൈറ്റർ, ഒത്തിരി ബുക്ക് വായിക്കണം നമ്മൾ. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആകുമ്പോഴത്തേക്കും എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് ബുക്ക് വായിക്കുന്നത്. പക്ഷെ നമ്മൾ ഒത്തിരി വായിക്കണം, ഒത്തിരി എഴുതണം, കഷ്ടപ്പാടും ബുദ്ധിമുട്ടുവാ. അപ്പോൾ ഈ ഹൈലൈറ്റർ ചുമ്മാ വരച്ചിടാനായിട്ടൊക്കെ, ഇത് സത്യം പറഞ്ഞാൽ വരച്ചിടാനും നല്ല ഭംഗി കാരണം ഞാൻ എടുത്തതാ. പക്ഷേ അങ്ങനെ ഇത് ഇങ്ങനത്തെ കുറേ കളറുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ 3 ഉള്ളൂ. സ്റ്റാർപ്പൻ അങ്ങനെയാണോ പറയുന്നത് എനിക്കറിയത്തില്ല, അങ്ങനെ ഞാൻ പറഞ്ഞു. ഇത് ആവശ്യം വരും, ചുമ്മാ ഇഷ്ടംപോലെ പേപ്പറായിരിക്കും നമുക്ക്. സ്കെയില്, പെൻസില്, പിന്നെ കുറേ പേന. ഈ പേന എൻ്റെ ഫേവറേറ്റ് പേന. ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല, ഫ്ലെയറിൻ്റെ വേവ്.
ഈ പേന എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഇത് വെച്ചേ എഴുത്ത് വരത്തുള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ ഒരു 2-3 ബോക്സ് വാങ്ങി ഞാൻ എൻ്റെ അലമാരിക്കകത്ത് സുരക്ഷിതമായി വെച്ചിട്ടുണ്ട്. ഈ പേന എൻ്റെ കുറേ പേന ഉണ്ടെങ്കിലും ഈ പേന കൊണ്ടാണ് ഞാൻ എഴുതുന്നത് കേട്ടോ. ആദ്യം എനിക്ക് മറ്റേ 2 രൂപയുടെ പേന, അതെ വീണ്ടും ഫ്ലെയറിൻ്റെ പേന, ഈ 2 രൂപയുടെ ഈ പേനയില്ലേ, ഇതുകൊണ്ട് എഴുതിയാൽ മാത്രമേ, എൻ്റെ എല്ലാവരും എന്നെ കളിയാക്കരുത്, നിനക്കെന്ത് ഇതും കൊണ്ട് എഴുതിയാലേ പരീക്ഷ പറ്റുള്ളൂ എന്ന് ചോദിച്ചു. ഞാൻ എല്ലാ പരീക്ഷയ്ക്കും പോകുമ്പോൾ ഇതൊരെണ്ണം വാങ്ങിപ്പോവായിരുന്നു. പക്ഷേ ഇപ്പം ഈ പേന ലീക്കാവുക, ചുമ്മാ ഒരാവശ്യമില്ല. അത് എത്ര വാങ്ങിയാലും നമ്മൾ എഴുതി കുറച്ചും കഴിയുമ്പം ഇത് ലീക്കാവും. പക്ഷെ ഇതിന് ആ പ്രശ്നമില്ല. സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പേന വാങ്ങിക്കോളൂ, നല്ല പേനയാണ്. പിന്നെ കുറേ ആവശ്യമില്ലാത്ത പേനകൾ, ഇതൊന്നും കൊണ്ട് ഞാൻ എഴുതത്തില്ല. ഈ പേനയ്ക്കൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇതെനിക്ക് MJ അങ്കിൾ തന്നതാണ്, അതാണ് ഞാനിത് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. ഈ പേന ഞാൻ ടോപ്പ് സിംഗറിലുള്ള സമയത്ത് MJ അങ്കിൾ എവിടെയോ പോയിട്ട് വന്നപ്പോൾ എനിക്ക് വാങ്ങിക്കൊണ്ട് തന്നതാണ്. ഇതും ഒരു ക്ലോക്ക് പോലത്തെ സാധനം ഒക്കെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഈ പേന ഞാൻ എപ്പോഴും സൂക്ഷിച്ച് വെക്കാറുണ്ട്. ഞാൻ എഴുതി ഇതിന് മഷി തീർക്കാറില്ല, പക്ഷെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ റബ്ബർ റേസർ. ഓക്കെ, പിന്നെയുള്ളത് ഇതാണ് നമ്മുടെ ഇത് എല്ലാവർക്കും അറിയാം, മറ്റേ ഹാൻഡ് സോപ്പില്ലേ, ഇതിൽ നിന്ന് 2-3 പൂക്കളെടുത്ത് കയ്യിലിട്ട് വെള്ളം പതപ്പിച്ച് നമുക്ക് ഇത് സോപ്പാട്ടോ. കാരണം നമ്മൾ ഈ ലഞ്ചൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾക്ക് അവിടെ ക്യാൻറ്റീനുണ്ട്. ഞങ്ങൾ തീറ്റയാണ് കോളേജിൽ പോയി കഴിഞ്ഞാൽ. അതുകൊണ്ട് എപ്പോഴും എനിക്ക് കയ്യിൽ അങ്ങനെ എണ്ണയൊന്നും പറ്റുന്നത് അങ്ങനെ ആർക്കും ഇഷ്ടമല്ലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് കൊണ്ടുപോകും, വേറെ മാർഗ്ഗമില്ലല്ലോ. മറ്റേ ഹാൻഡ് വാഷിൻ്റെ വലിയ കുപ്പിയൊക്കെ ആയിട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ കുറച്ചെണ്ണം വാങ്ങിച്ച് ബാഗിലിടാറുണ്ട്. പിന്നെ ഉള്ളത് ഒരു കുഞ്ഞി പൗച്ചുണ്ട്, പൗച്ചല്ല കുഞ്ഞി ബുക്കുണ്ട്. ഇതിൻ്റെ അകത്ത് ഞാൻ ഒന്നും എഴുതിയിട്ടില്ല. ഇതിൻ്റെ അകത്ത് നമുക്ക് എന്നും ഹോംവർക്കോ എന്തെങ്കിലുമൊക്കെ എഴുതാനൊക്കെ കാണും. അപ്പോൾ അതൊക്കെ ഇതേ ഞാൻ മറന്നു. തിരിച്ച് വീട്ടിൽ വരുമ്പോഴത്തേക്കും എന്നാക്കിയായിരുന്നു, അതൊക്കെ ടീച്ചറാണ് തന്നേന്ന് ഞാൻ മറന്നു. അപ്പോൾ ഇനി തൊട്ട് ഇതേ എഴുതി വെക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ഒരെണ്ണം. പിന്നെ ഇതിൻ്റെ അകത്ത് വേറൊരു ബുക്കുണ്ട് കണ്ടോ, കുഞ്ഞു ബുക്ക്, ഭയങ്കര ക്യൂട്ട് സാധനം കേട്ടോ. ഇത് പിന്നെ ഡയറി മിൽക്ക്, അതൊരെണ്ണം, വിശപ്പിൻ്റെ അസ്കിത ഉള്ളതുകൊണ്ട്. പിന്നെ പോക്കറ്റ് ടിഷ്യൂ, ഇതില്ലാതെ എനിക്ക് എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല, എനിക്ക് നിർബന്ധമായി ടിഷ്യൂ. എന്നൊക്കെ സാധനങ്ങളല്ലേ. പിന്നെ ക്ലിപ്പ്, മുടിയെ കുത്തുന്നത്. അതിടയ്ക്ക് രാവിലെ ഞാൻ മുടിയൊക്കെ അഴിച്ചിട്ട് ഫ്രീ ഹെയർ ഒക്കെ ആയിട്ട് പോകും. പക്ഷെ വൈകുന്നേരം വരുന്ന എൻ്റെ കോലം കണ്ടാണ്ടല്ലോ, മറ്റേ പറക്കും തളികയിലെ ബസന്തിയില്ലേ അതുപോലെ. ഓക്കെ, ഇനിയുള്ളത് ബുക്കാണ്. ഓക്കെ, കെട്ടുകണക്കിന് ബുക്കുണ്ട്. ബുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കങ്ങനെ ഒരുപാട് അങ്ങനെ എഴുതി പഠിക്കാനുള്ള സംഭവമൊന്നും ഇല്ല. കോളേജിലെ കുട്ടികളുണ്ടെങ്കിൽ അറിയാം. പക്ഷേ ഈ എല്ലാ സാധനത്തിനും സെപ്പറേറ്റ് നോട്ട് വേണം. അതുകൊണ്ടാണ് ഇത് ഞങ്ങളുടെ വർക്കിംഗ് ബുക്ക്. അങ്ങനെ കുറേ ബ്ലാ 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 കുറേ ബുക്കുകൾ അതുണ്ട്. പിന്നെ ഇതും ഈ പറയുന്ന പോലെ നമുക്ക് ഷോർട്ട് നോട്ട് എന്തെങ്കിലും ഉണ്ട്, എന്തെങ്കിലും റിമൈൻഡറൊക്കെ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ, നാളെ വരുമ്പോൾ ഞാൻ ചോറിന് ചിക്കൻ കൊണ്ടുവരണം, മീൻ വറുത്ത് കൊണ്ടുവരണം, അങ്ങനെയൊക്കെ മറന്നു പോവാതെ എഴുതി വെക്കണം എന്നുണ്ടെങ്കിൽ ഈ സാധനം നമുക്ക് കൊണ്ടുപോകാം. ഇതാണ് ഞാൻ ആദ്യം കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് ഇതിലും കുറച്ചുകൂടെ ഭംഗിയായിട്ട് കാണാൻ ഇത് തോന്നി. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബാഗിലെ സാധനമൊക്കെ മാറ്റും കേട്ടോ. എനിക്ക് കുറേ നാൾ ഒരേ സാധനം തന്നെ കൊണ്ടുപോയി എനിക്ക് ബോറടിക്കും. പിന്നെ അമ്മയും അച്ഛയൊക്കെ എന്നെ ചുമ്മാ ചീത്ത പറയും, എനിക്ക് പ്രാന്താണെന്ന് പറഞ്ഞു. പക്ഷെ അല്ല, അങ്ങനെയല്ല, എനിക്ക് ബോറടിക്കും. അയ്യോ, അച്ഛനെ പറ്റി പറഞ്ഞതേ ഉള്ളൂ ഞാൻ. അതായിരുന്നു, പക്ഷെ ഞാൻ അച്ഛനെ പറ്റി പറഞ്ഞപ്പോഴേ അച്ഛൻ ഇത് തുറന്നു വന്നു. അപ്പൊ ഞാൻ അച്ഛനെ തല്ലിക്കൊന്നു നോക്കാം, ചാവത്തില്ലെന്നാ പറയുന്നത്. അച്ഛൻ ഇത് എങ്ങനെയുണ്ട്, എൻ്റെ കോളേജ് ബാഗിലുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. ഉറക്കത്തിൽ ഇതെങ്ങാണ്ട് എണീച്ച് വരിക നാട്ടു വെച്ച്. ഓക്കെ, അപ്പൊ ഇതുണ്ട്. ഇനിയാണ് അച്ഛൻ കാണേണ്ടത്. എൻ്റെ കണ്ടോ കാശുണ്ട്, കാണിച്ചു തരാം ഞാൻ. നിറച്ച് ഇരിക്കുവാ കണ്ടോ, 10 രൂപ. എനിക്ക് ഇന്ന് സങ്കടം വരുക കണ്ടിട്ട്. വല്ല കള്ളം വല്ലോ എൻ്റെ പേഴ്സ് എടുത്തോണ്ട് പോയാൽ പുള്ളിക്കാരന് കഷ്ടം തോന്നി, പുള്ളി ഒരു 2000 രൂപ ഇതിലിട്ടിട്ട് പോകും. അത്ര ദാരിദ്ര്യം പിടിച്ചൊരു പേഴ്സ് എനിക്കുണ്ട്. പക്ഷെ മീനാക്ഷി എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലുള്ളത് കുറച്ചധികം 10 രൂപയാണ്. ഈ 10 രൂപ ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതൊക്കെ വെറൈറ്റി അല്ലെങ്കിൽ ചിലപ്പോൾ കേൾക്കുമ്പോൾ എനിക്ക് വട്ടായിട്ട് തോന്നും, പക്ഷെ വട്ടല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇല്ലേ, ഞാൻ അവരുടെ പോക്കറ്റിൽ നിന്നൊരു 10 രൂപ എടുക്കുക. അതിപ്പം 10 രൂപ എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഈ പൈസയ്ക്ക് അങ്ങനെ പ്രത്യേകതയാണ്. നമ്മൾ കുറേ, അപ്പം എനിക്ക് പെട്ടെന്ന് അത് കാണുമ്പോൾ അവരെ ഓർമ്മ വരും. അല്ലെങ്കിൽ എനിക്ക് എന്നാ അതിന് പറയുന്നത്,
എനിക്കറിയില്ല. ഇപ്പം അച്ഛനാണെങ്കിൽ അച്ഛയുടെ കയ്യിൽ നിന്ന് ഒരു 10 രൂപ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് അച്ചടിയാ അങ്ങനെ എനിക്ക് അറിയാൻ പറ്റും. അങ്ങനെ ഒരു പ്രത്യേക കഴിവ് എനിക്കുണ്ട്. അതുകൊണ്ട് പലരുടെ കയ്യിൽ എന്താ വെച്ചാൽ നിങ്ങൾ വിചാരിക്കരുത് ഞാൻ പൈസ തട്ടിയെടുക്കാനുള്ള എൻ്റെ അടവാണിതെന്ന്. അങ്ങനെയല്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് കുറച്ച് കൂടിയ പൈസ എടുത്തോളൂ. ഞാൻ 10 രൂപയല്ലേ വാങ്ങുന്നത്. സോ ഇത് അങ്ങനത്തെ പൈസയാണ്, കുറച്ച് കീറലും ഒക്കെ ഉള്ളത്. അപ്പം ഞാൻ ഇത് ചിലവാക്കാറില്ല ഈ പൈസ. ഇത് ഞാൻ അങ്ങനെ ഈ 10 രൂപയൊക്കെ ചിലവാക്കുന്നതാണ്. കുറച്ച് പോയ 10 രൂപ ഉണ്ടാവൂലേ, അത് കാണുമ്പോഴേ എനിക്ക് ഓർമ്മ വരിക. അതുകൊണ്ട് പോയ കുറച്ച് 10 രൂപ ഉണ്ട് എൻ്റെ കയ്യിൽ. അത് ഞാൻ അങ്ങനെ എടുത്തത്. ഇതൊന്നും കടയിൽ എടുക്കത്തില്ല. സൂക്ഷിച്ച് വെച്ചേക്കാം കേട്ടോ. എനിക്കത് മണക്കുമ്പോൾ അറിയാം. ഓക്കെ. പിന്നെ കണ്ടോ, എനിക്കിങ്ങനെ ഓർമ്മ വരുന്ന കുറേ സാധനങ്ങളുണ്ട്. ഇതിൻ്റെ അകത്ത് എൻ്റെ ഡയറി മിൽക്കിൻ്റെ കവറാ ഫുള്ളും. പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് എനിക്കറിഞ്ഞൂടെ. ഇതൊക്കെ എത്ര കാലം മുമ്പുള്ളതാണെന്നറിയോ? ഓർമ്മയ്ക്ക് വേണ്ടി കാത്തു സൂക്ഷിക്കുന്ന ഞാൻ എല്ലാവരെയും. പിന്നെ ഇത് അമ്പാടി. ഇത് കണ്ട വീണ്ടും ഓർമ്മ. അമ്പാടി എൻ്റെ അടുത്ത് പറയും, നീ എവിടെ പോയാലും അമ്പാടിക്ക് പോക്കിമോൻ കാർഡിൻ്റെ കളക്ഷൻ ഉണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറയും, നീ എവിടെ പോയാലും ഇത് കൊണ്ടുപോകണം. അപ്പം ഞാൻ അവനെ ഓർക്കുമല്ലോ. അങ്ങനെ എൻ്റെ അടുത്ത ഓർമ്മയ്ക്ക് വേണ്ടി ഒരു പോക്കിമോൻ കാർഡ്, പാവം അമ്പാടി, ആർക്കും കൊടുക്കുന്നതല്ല, പക്ഷെ എനിക്ക് തന്നു. പിന്നെ എൻ്റെ ആധാർ കാർഡ്, അത് കണ്ടാൽ നിങ്ങൾ തന്നെ പേടിച്ചോ, അതുകൊണ്ട് ഞാൻ അത് കാണിക്കുന്നില്ല. അതാണ് പുതുക്കിയിട്ട് പോലും. പിന്നെ എൻ്റെ ATM കാർഡ്, അതൊക്കെ ഉണ്ട് എനിക്ക്, പക്ഷെ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ലേ ഉള്ളൂ. ഓക്കെ. സോ ഇത്രയാണ് ഇതിൻ്റെ അകത്തുള്ളത്. പിന്നെ ഉള്ളത് ഈ സ്റ്റിക്കി നോട്ട്സാണ്. ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. അതിൻ്റെ കോലം കണ്ടാൽ തന്നെ അറിയാം. അങ്ങനെ ഉപയോഗിക്കാറില്ല. ഇത് സംഭവം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചിട്ടേ. സ്റ്റിക്കി നോട്ട്സൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ? എന്നാലും ഇത് കാണുന്ന ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിലോ സ്റ്റിക്കി നോട്ട് എന്നാന്ന്. ഇത് നമ്മളിങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ കാണും. ഇത് ഒറ്റ ഒന്നാന്ന് തോന്നും, പക്ഷേ ഇതിൻ്റെ അകത്തൊരു 100-100 എണ്ണം കാണും. ഇങ്ങനെ ഇത് കണ്ടോ, നമുക്കിങ്ങനെ ഇത് തുറന്നെടുത്തിട്ട് ഇപ്പം നമ്മൾ ഒരു ഹാഫ് ബുക്ക് വായിച്ച് തീർന്നു, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ആ പേജ് മറന്നു പോകാതിരിക്കാൻ ആ പേജിൽ ഇത് ഒട്ടിക്കാം. കണ്ടോ, ഇങ്ങനെ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് വെച്ച് നമുക്ക് തുറന്ന് കണ്ടുപിടിക്കാം, ഓ ഈ പേജാണോ ഞാൻ വായിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള സാധനമാണ് സ്റ്റിക്കി നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഒരാവശ്യവും ഇല്ലാത്തൊരു സാധനം. പിന്നെ കാലിയായി എൻ്റെ ബാഗ്. പിന്നെ ലഞ്ച് ബോക്സ് ഉണ്ടാവും, വെള്ളം കുടിക്കുന്ന കുപ്പി ഉണ്ടാവും, അതൊക്കെ തന്നെ. പിന്നെ ഇതിൻ്റെ അകത്ത് ഒന്നും ഉണ്ടാവും. ഒരു പെർഫ്യൂം, ഒരു മിനി പെർഫ്യൂമുണ്ട്. പെർഫ്യൂം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ എവിടെ പോയാലും എൻ്റെ കൂടെ കാണും. എനിക്ക് കുറച്ച് നല്ല അങ്ങനെ ഭയങ്കര വില കൂടിയ പെർഫ്യൂമിൻ്റെ കളക്ഷൻ അല്ലെങ്കിലും എന്നുവെച്ചാൽ അഫോർഡബിൾ ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ എനിക്കറിയത്തില്ല. എനിക്ക് അങ്ങനെ കുറേ പെർഫ്യൂമിൻ്റെ കളക്ഷൻ ഉണ്ട് എൻ്റെ അടുത്ത്. എവിടെയെങ്കിലും പോകുമ്പോൾ ആൾക്കാർ അയ്യോ ഏത് പെർഫ്യൂമാണ് യൂസ് ചെയ്യുന്നത് അങ്ങനെ ചോദിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ക്വസ്റ്റ്യൻ ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ എനിക്കത് ഭയങ്കര കാര്യമാണ്. ഇഷ്ടപ്പെട്ടല്ലോ, കാരണം ഞാൻ സെലക്ട് ചെയ്തൊരു സാധനം ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ള കാര്യമാണ്. സോ അങ്ങനെ എൻ്റെ അടുത്ത് എല്ലാവരും പറയാറുണ്ട്. അപ്പം അങ്ങനത്തെ കുറച്ച് പെർഫ്യൂം ഉണ്ട് എൻ്റെ അടുത്ത് ആരോ ഞാൻ എന്തോ സ്കിൻ കെയർ വീഡിയോ ചെയ്തപ്പം കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പെർഫ്യൂം കളക്ഷൻ ചെയ്യാവോ. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനൊരു ബോഡി വാഷ് ഒക്കെ കാണിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര്, എൻ്റെ ഫ്രണ്ട്സ് തന്നെ വന്ന് ചോദിച്ചു നിൻ്റെ പെർഫ്യൂം കളക്ഷൻ ഒന്ന് കാണിച്ചു തരാമോ എന്ന്. പക്ഷെ ഞാനത് പുറത്ത് വിടത്തില്ല, അതിൻ്റെ ട്രേഡ് സീക്രട്ടാണ്. അതുകൊണ്ട് ഞാനത് പുറത്ത് പറയാറില്ല. സോ ഇത്രേ ഉള്ളൂ എൻ്റെ കോളേജ് ബാഗിൽ. വലിയ കാര്യമായിട്ടൊന്നുമില്ല. നമ്മൾ കോളേജ് എന്ന് പറയുമ്പം സ്കൂൾ പോലെ അങ്ങനെ നമുക്ക് ബുക്കൊന്നും, ഞങ്ങളുടെ ബുക്ക് ഓൾറെഡി കിട്ടിയിട്ടില്ല. ഒന്നാമത് ടെക്സ്റ്റ് ഒന്നും അച്ചടിച്ച് വന്നിട്ടില്ല. ഞാൻ MG യൂണിവേഴ്സിറ്റിയിൽ ഇതിലാണ് പഠിക്കുന്നത്. ഞങ്ങളുടെ ടെക്സ്റ്റ് ഒന്നും വന്നിട്ടില്ല. സോ അത് അപ്പം ടെക്സ്റ്റ് ഇല്ല. ടെക്സ്റ്റ് ഉണ്ടെങ്കിലും എന്നും കൊണ്ടുപോകണമെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. നോട്ടെല്ലാം നമ്മൾ കൊണ്ടുപോകണം. നോട്ട് കുറച്ചെണ്ണം ഉണ്ടാവും, അത് കൊണ്ടുപോകണം. പിന്നെ ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്, എൻ്റെ ഒരു മിസ്സാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, നമുക്ക് ഈ 5 സബ്ജക്റ്റ് നോട്ട്ബുക്ക് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അതെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തുറക്കുമ്പോൾ തന്നെ ഓരോ പാർട്ട് പറഞ്ഞിട്ട് 5 നോട്ടാണ്, പക്ഷെ അത് ഒറ്റ ബുക്കാണ്. അങ്ങനെയുള്ള സംഭവം. ഇനി എൻ്റെ ഫയൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതൊക്കെ എടുത്ത് പെറുക്കി കൂട്ടി വെച്ചേക്കാം. ഓക്കെ, ഈ ഡയറി മിൽക്ക് അതൂട്ടന് കൊടുത്തേക്കാം അല്ലേ, പാവം. അതൂട്ടാ, ഇവിടെ വല്ലതും ഉണ്ടെങ്കിൽ വരും. അതൂട്ടാ ഇങ്ങൊന്ന് വരാവോ? എടാ അതൂട്ടാ, എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വരും. ഓക്കെ, ഇതാണ് എൻ്റെ ഫയല്. വരുന്നുണ്ട്. ഇങ്ങൊന്ന് വരാവോ? ഒരു സാധനം തരാം. ഇന്ന് അതൂടെ നന്നായി പഠിക്കണേ. ചുമ്മാ അതൊന്നും അല്ല. എന്തായിരിക്കും ചേച്ചി ഇപ്പം തരാൻ പോന്നെ? ഓ എത്ര പെട്ടെന്നാ കണ്ടുപിടിക്കുന്നേ. നല്ലതാണോ? ഇഷ്ടപ്പെട്ടു? താങ്ക് യു ഇല്ല അല്ലേ? എന്താ അന്ന് പറ. നീ എന്ത് നിനക്ക് ഇത്ര ചമ്മൽ? പറ. അതൂട്ടിന് ക്യാമറ ഉള്ളപ്പോൾ ഭയങ്കര ചമ്മല. എന്നാലും ഇച്ചിരി വർത്താനം പറ.
താങ്ക് യു പറ എന്നോട്. താങ്ക് യു. ഇഷ്ടപ്പെട്ടോ? അന്ന് പറ, ആരെയാ ഏറ്റവും ഇഷ്ടം? എന്റെ ഒച്ചത്തിൽ പറ. ചേച്ചിപ്പേ. അപ്പൊ ഈ വീഡിയോ അമ്മ കണ്ടാൽ വഴക്കറിയോ അതുടനെ? എന്തോ അമ്മ ഇഷ്ടമില്ലാത്തത്? നാക്കേ വെക്കല്ലേ. അമ്മ ഇഷ്ടമില്ലാത്തത്. അപ്പൊ ആരെയാ ഏറ്റവും ഇഷ്ടം? ചേച്ചിപ്പ തന്നെ? സത്യാണോ? എന്നൊരു ഉമ്മ നീ. ഓക്കെ, ഇത് കണ്ടോണ്ടിരിക്കുന്നവരോട് അതുകൊണ്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു പാട്ടൊക്കെ പാടി കേൾപ്പിക്കേ. അയ്യേ, ഇതെന്നെ ചീത്ത കൊച്ചാ. അതുകൊണ്ടന്നെ ടി വി ഫോണെ കാണണ്ടേ? ഒന്ന് പാടി കേൾപ്പിക്കുക. ഒരു പാട്ട് പാട്. പാട്. ചേച്ചിപ്പോ കൈ അടിക്കാം. റെഡി, 1 2 3 സ്റ്റാർട്ട്. എന്നാ ഗ്രാസ് ഓപ്പറിന്റെ കഥയൊന്ന് പറ. ധാന്യവും കൊണ്ട് ഗ്രാസ് ഓപ്പർ പോകുമായിരുന്നു. അത് പറ. നീ ഒന്നും പറയണ്ട, നീ ഇവിടെ ചിരിച്ചോണ്ടെന്ന്. എന്നാ അതുകൊണ്ടന്നെ ഒരു ഗ്രാസ് ഓപ്പറിന്റെ കഥ ഉണ്ട്, അറിയാവോ? അത് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് വീഡിയോ. ഞാൻ ഷോർട്സ് ആയിട്ട് എപ്പോഴെങ്കിലും ഇട്ട് കാണിച്ചത്. ടാറ്റ കൊടുത്തേക്ക്. അയ്യേ അപ്പിക്കൊച്ച്. ടാറ്റ കൊടുത്തേക്ക്. ഓക്കെ, ഇതാണ് എൻ്റെ ഫയല്. ഇത് ഈ സാധനം കണ്ടോ? ഇതിൻ്റെ അകത്തൊരു പേപ്പറുണ്ട്, നമുക്ക് എടുക്കാം. എന്നിട്ട് അതിൽ നമ്മൾ എഴുതണം അനുനയ അനൂപ് BA ഇംഗ്ലീഷ് D1 അതൊക്കെ എഴുതി വെക്കണം. അതിനുള്ള സാധനമാണിത്. ഓക്കെ, പിന്നെ ഹാവ് യു ഫേസ് ലിഫ്റ്റ് വിത്ത് സ്മൈൽ. ചിരിച്ചുകൊണ്ടിരിക്കണം. നമ്മളിതൊക്കെ കണ്ട് പരീക്ഷയൊക്കെ അടുത്ത് കണ്ണു തള്ളിയിരിക്കുകയാണെങ്കിൽ നമ്മൾ ഇതിലോട് നോക്കി ചിരിച്ചുകൊണ്ടിരിക്കണം. മനസ്സിലായി? അതാണ് ഇതുകൊണ്ടുള്ള ഉപദേശം. ഇതിൻ്റെ അകത്ത് കുറേ സ്ഥലമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഫയൽ വാങ്ങിയത് എന്ന് ഞാൻ പറയത്തില്ല. ഞാൻ ഇതിൻ്റെ പടം കണ്ടാണ് ഈ ഫയൽ വാങ്ങിയത്. ഈ പൂക്കൾ കണ്ടിട്ടാണ് ഞാൻ വാങ്ങിയത്. ഇതുകൊണ്ടോ കുറേ ഉണ്ട്. അപ്പം ഞാൻ പ്രിൻ്റ് എടുത്ത നോട്ട്സ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. വെള്ളപ്പൊക്കത്തിൽ തകിഴി. ഓക്കെ, അതുണ്ട്. പിന്നെ ഞാൻ എഴുതി വെച്ചിരിക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. അഭിജ്ഞാന ശാകുന്തളം. അതൊക്കെ ഓക്കെ, അതുകൊണ്ട് ഇതിൻ്റെ അകത്തൊന്നുമില്ല. നോട്ട് പ്രിൻ്റ് എടുത്ത് കിട്ടണം ഇനി. പിന്നെ ഇത് കുറേ എണ്ണം. അങ്ങനെ കുറേ നോട്ടാണ് വെച്ചിരിക്കുന്നത്. ഞാൻ എഴുതിയ കുറേ മറ്റേ നമുക്കിപ്പോൾ കുറേ ഓർമ്മക്കുറിപ്പ് തയ്യാറാക്കാനും. ഞാൻ BA ഇംഗ്ലീഷ് എടുത്തിരിക്കുന്നെങ്കിലും എൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് എനിക്ക് മലയാളം ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് മലയാളം ഭയങ്കര ഇഷ്ടമാണ് പഠിക്കാൻ. ഞാൻ സെക്കൻഡ് ലാംഗ്വേജ് മലയാളം എടുത്തിരിക്കുന്നത്. എൻ്റെ കൂടെ ആരുമില്ല. എല്ലാ കുട്ടികളും ഹിന്ദി എളുപ്പമെന്ന് പറഞ്ഞിട്ട് ഹിന്ദി എടുക്കാൻ പോയി. പക്ഷേ എനിക്കെന്തോ മലയാളം ഇഷ്ടമാണ്. അങ്ങനെ കുറേ ഇരുന്ന് എഴുതി തട്ടി വിട്ടാൽ മതി. അതെനിക്ക് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ മലയാളം എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് മലയാളത്തിൻ്റെ നോട്ടും കൂടെ കാണുന്നത്. അതാണ് എൻ്റെ ഫയല്, എൻ്റെ നോട്ട്സ്. ഇത്രയേ ഉള്ളൂ എൻ്റെ കോളേജ് ബാഗിൽ. ഇത്രയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഇത് തന്നെ വളരെ കൂടുതലാണ്. ഇത്രയൊക്കെ കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അതും എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് ഇഷ്ടമുള്ള സാധനമൊക്കെയാണ് ചുമ്മാ പെറുക്കി ഇട്ടേക്കണം. എനിക്ക് അങ്ങനെ ഒരു സന്തോഷം കൂടെ കിട്ടും. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പം നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും സാധനം, ഇപ്പോൾ പുതിയ എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു സാധനം, ഇതെൻ്റെ പുതിയ സാധനമാണ്, അപ്പോൾ അത് പെറുക്കി ബാഗിലിട്ട് കഴിഞ്ഞാൽ എനിക്കൊരു സന്തോഷം കിട്ടും. അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ അതങ്ങ് പെറുക്കി ഇട്ടേക്കണം. നമ്മൾ തന്നെയല്ലേ ചുമക്കുന്നത്, വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പം അങ്ങനെ വെറൈറ്റി സന്തോഷങ്ങൾ കണ്ടെത്തുന്ന ആളാണ് ഞാൻ. അതുകൊണ്ടാണ് എൻ്റെ ബാഗിൽ ഇത്ര അധികം ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള സാധനങ്ങളൊക്കെ കാണുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ കുറേ ദിവസമായി കോളേജിൽ പോയിട്ട്. അപ്പോൾ എൻ്റെ ടീച്ചർമാരാരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്യണ്ട. പാവം എൻ്റെ മിസ്സുമാരൊക്കെ നല്ല മിസ്സുമാരാട്ടോ. മിസ്സതെ, കുട്ടികളതെ, എല്ലാവരും നല്ല സപ്പോർട്ടീവായിട്ടുള്ള ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്. എന്ന് വെച്ചാൽ നമ്മൾ സ്കൂളിൽ ഞാൻ അങ്ങനെ പോകാത്തത് കൊണ്ട് കോളേജിൽ ഞാൻ പോയ സമയത്ത് എക്സ്ട്രീംലി വേറൊരു എക്സ്പീരിയൻസാണ്. കാരണം കുറേ കുട്ടികളെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. അതൊക്കെ ഭയങ്കര ഒരു എല്ലാവർക്കും ഇത് എപ്പോഴും ഇതെന്താ ഈ കൊച്ചി പറയുന്നത് എപ്പോഴും ഉള്ള സാധനമല്ല. പക്ഷെ എനിക്കതങ്ങനെ അധികം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് കോളേജ് ചെന്ന സമയത്ത് ഭയങ്കര സന്തോഷം. ഇങ്ങനെ കുറേ ആൾക്കാരും എൻ്റെ പ്രായത്തിലുള്ള കുറേ കുട്ടികളും ഒക്കെ ആയിട്ട് മിങ്കിൾ ചെയ്യുന്നു. അതൊക്കെ കടയിൽ പോകുന്നു ഒന്നിച്ച്. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. സോ നല്ലതാണ്. കോളേജ് മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഇത് ഇഷ്ടക്കേട് വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് സപ്ലിയൊക്കെ കിട്ടി തുടങ്ങുമ്പോൾ ചെറിയ ഇഷ്ടക്കേട് വന്ന് തുടങ്ങും നമുക്ക്. ഇതുവരെ എനിക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ എന്നോട് കുറേ പേര് ഏതൊക്കെ സബ്ജക്റ്റാണ് എടുത്തതെന്ന് ചോദിച്ചു. ഞാൻ ഇംഗ്ലീഷ് തന്നെയാണ് എൻ്റെ മേജറും മൈനറും. പിന്നെ ഞാൻ മലയാളം സെക്കൻഡ് ലാംഗ്വേജ് ഒരു മൈനറായിട്ട് ഞാൻ മലയാളം തന്നെ എടുത്തിരിക്കുന്നത്. പിന്നെ MDC എടുക്കണം നമുക്കൊരെണ്ണം, അത് ഞാൻ സുവോളജി എടുത്തിരിക്കുന്നത്. ഇത്രയാണ് എൻ്റെ സബ്ജക്ട്സ്. സുവോളജിയിൽ അക്വേറിയം മാനേജ്മെൻറ്റ് ആൻഡ് ഫിഷ് ഫാമിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അത് ഞാൻ ചെന്നപ്പോഴത്തേക്ക് ആ ടീച്ചറിനെ കുറേ ഗപ്പി കുഞ്ഞുങ്ങളെയൊക്കെ കാണിച്ചപ്പോഴത്തേക്ക് ഞാനിതാ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ കോഴ്സിനങ്ങ് ചേർന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ ചുമ്മാ നമ്മൾ കുറേ മീൻ കുഞ്ഞുങ്ങളെയൊക്കെ കാണാം. പക്ഷേ പരീക്ഷ കഴിയുമ്പോൾ ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് നമ്മൾ അറിയാൻ പോകുന്നത്. എന്നാൽ ഇപ്പം നല്ല രസമാണ്, കണ്ടും കേട്ടും ഒക്കെ ഇങ്ങനെ നടക്കാം.
പിന്നെ ഇപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുന്നേ BA ലിറ്ററേച്ചർ എടുത്ത ആൾക്കാർക്ക് ഒന്നും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ 4 ഇയർ കോഴ്സ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പൊ 4 വർഷമാണ് നമ്മുടെ ഡിഗ്രി കോഴ്സ് എന്ന് പറയുന്നത്. അപ്പം മുമ്പുള്ളതിനെ കഴിഞ്ഞും എക്സ്ട്രീംലി ഡിഫറെൻ്റാണ്, ഒന്നും സെയിം ആയിട്ടില്ല. നമ്മൾ പല സബ്ജക്ട്സ് എടുക്കേണ്ടത്, സെക്കൻഡ് ലാംഗ്വേജ് ആണെങ്കിലും പലതാണ് നമ്മൾ എടുക്കേണ്ടത്, മനസ്സിലായോ? അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്. അതിൽ ഇഷ്ടമുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. വേണമെങ്കിൽ എനിക്ക് ഇപ്പം അടുത്ത വർഷം എൻ്റെ ഈ MDC എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുവാണെങ്കിൽ എനിക്കത് അടുത്ത വർഷം ചേഞ്ച് ചെയ്യാം, മനസ്സിലായോ? ഒത്തിരി നല്ല നല്ല ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, കുറച്ചുകൂടെ കംഫർട്ടബിൾ ആവും എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇത്രയേ ഉള്ളൂ. എൻ്റെ കോളേജ് ബാഗിൽ ഇതൊക്കെയാണുള്ളത്. എൻ്റെ കോളേജ് വിശേഷങ്ങളൊക്കെ ഇത്രയാണ് ചുരുക്കി പറയാനുള്ളത്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ, ഞാൻ റിപ്ലൈ ചെയ്യാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ യൂട്യൂബ് കമൻറ്റ്സിന് റിപ്ലൈ ചെയ്യുന്നതാണ് ഇപ്പം എൻ്റെ ഹോബി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആൾക്കാരൊക്കെ എന്തെങ്കിലും ചോദിക്കുമ്പോൾ എനിക്ക് വലിയ ഇഷ്ടമാണ് അതൊക്കെ പറയാനായിട്ട്. സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ടാറ്റ, ബൈ, സീ യു.